ഹലോ എവരിവൺ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിൻ കീ എന്ന കോൺസെപ്റ്റ് ആണ്. ഫോറിൻ കീ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസിലെ ടാബിൾസുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഓർ ലിങ്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ മെയിൻ്റെനൻസ് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓർഫൻഡ് ഡാറ്റാസ് അവോയ്ഡ് ചെയ്യാനും സാധിക്കും. ഫോറിൻ കീ ഈസ് എ റിലേഷണൽ ഡാറ്റാബേസ് കോൺസെപ്റ്റ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് എ ലിങ്ക് ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ടേബിൾസ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് രണ്ട് ടേബിൾസ് കാണാൻ സാധിക്കും. ട്രാൻസാക്ഷൻ എന്നൊരു ടേബിളും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്നൊരു മറ്റൊരു ടേബിളും. ഇതിൽ ട്രാൻസാക്ഷൻസ് എന്ന ടേബിളിൽ ട്രാൻസാക്ഷൻ ഐ ഡി എന്ന കോളമാണ് യൂണിക് വാല്യൂസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കോളം ആയിരിക്കും പ്രൈമറി കീ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ന ടേബിളിൽ കസ്റ്റമർ ഐ ഡി എന്ന കോളമാണ് യൂണിക് വാല്യൂസ് ഉള്ളത്. അതുകൊണ്ട് ആ കോളമായിരിക്കും അതിൽ പ്രൈമറി കീ. ട്രാൻസാക്ഷൻസ് എന്ന ടേബിളും കസ്റ്റമേഴ്സ് എന്ന ടേബിളും തമ്മിലുള്ള കണക്ഷൻ അത് കസ്റ്റമർ ഐ ഡി ആണ്. ഈ രണ്ട് കോളവും സെയിം ആണ്, പക്ഷെ ഒന്നില് യുണീക്കാണ്, മറ്റൊന്നിൽ യുണീക്ക് അല്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നായത് കൊണ്ട് തന്നെ ഇത് തമ്മിലാണ് കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് കസ്റ്റമേഴ്സ് എന്ന ടേബിളിലെ പ്രൈമറി കീ ആണ് കസ്റ്റമർ ഐ ഡി എങ്കിൽ ട്രാൻസാക്ഷൻ എന്ന ടേബിളിലെ കസ്റ്റമർ ഐ ഡി ആയിരിക്കും ഇതിൽ ഫോറിൻ കീ ആയി പ്രവർത്തിക്കുന്നത്. ഇതുവഴിയാണ് ഈ രണ്ട് ടേബിൾസും തമ്മിലുള്ള ലിങ്ക്. ബേസിക്കലി ഇതാണ് നമ്മൾ ഫോറിൻ കീ എന്ന കോൺസെപ്റ്റ്. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകാം. ആദ്യം രണ്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം രണ്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യം ഒരു കസ്റ്റമേഴ്സ് എന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ കസ്റ്റമർ ഐ ഡി ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് അതാണ് പ്രൈമറി കീ ആയി കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം എന്നൊരു കോളവും ലാസ്റ്റ് നെയിം എന്നൊരു കോളവും. ഓക്കെ, എക്സിക്യൂട്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. ഞാൻ ഇതിൽ തന്നെ ഇതിന്റെ അടിയിലായിട്ടാണ് അതും കാണിക്കുന്നത്. ഓക്കെ, ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമേഴ്സ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം വാല്യൂസ്. ഇവിടെ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെലക്ട് അസ്റ്ററിസ്ക് ഫ്രം കസ്റ്റമേഴ്സ്. എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ സെലക്ട്, കാരണം ഇവിടെ വേറെയും നമ്മൾ ആദ്യം ഓൾറെഡി ഡാറ്റാസ് ഉണ്ടായത് കൊണ്ട് നമ്മൾ ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഇത് മാത്രം സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് കൊടുക്കണം വേണ്ട. അല്ലാതെ എക്സിക്യൂട്ട് കൊടുത്താൽ ഇതുപോലെ എറർ വരും. അതുകൊണ്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ടേബിൾ കസ്റ്റമർ ഐ ഡി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ട്രാൻസാക്ഷൻ എന്നൊരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ ഐ ഡി, എമൗണ്ട്. ട്രാൻസാക്ഷൻ ഐ ഡി ആണ് ഇൻറ്റിജർ, പ്രൈമറി കീ ഓട്ടോ ഇൻക്രിമെന്റ്. അതുപോലെ തന്നെ എമൗണ്ട് ഡെസിമൽ ആണ്. പിന്നെ കസ്റ്റമർ ഐ ഡി ആണ് ഇൻറ്റിജർ. ഇനി നെക്സ്റ്റ്. ഇനി നമ്മൾ ഫോറിൻ കീ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോറിൻ കീ കൊടുക്കുന്നതിന് ഫോറിൻ കീ പാരന്തസിനകത്ത് നമ്മൾ ഏത് കോളത്തിലാണ് കൊടുക്കുന്നത് എന്നാണ്. ഫോറിൻ കീ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കസ്റ്റമർ ഐ ഡി. കസ്റ്റമർ ഐ ഡിക്കാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റെഫറൻസസ് കഴിഞ്ഞിട്ട് ഏതുമായിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. മറ്റു ടേബിളിലെ ആദ്യം മറ്റു ടേബിളിന്റെ നെയിം കൊടുക്കണം. മറ്റു ടേബിളിന്റെ നെയിം കസ്റ്റമേഴ്സ് എന്നാണല്ലോ. ഓക്കെ, ഇനി അതിന്റെ അകത്ത് അതിലെ കോളം നെയിം കൊടുക്കണം. അതിലെ കസ്റ്റമർ ഐ ഡി എന്ന കോളവുമായാണല്ലോ നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് മാത്രം സെലക്ട് ചെയ്ത് ഞാൻ എക്സിക്യൂട്ട് കൊടുക്കുകയാണ്. എക്സിക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ ഫോറിൻ കീ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ റിഫ്രഷ് ചെയ്താൽ കാണാം നമ്മുടെ ട്രാൻസാക്ഷൻസ് എന്ന ടേബിളിനകത്ത് ഇവിടെ ഫോറിൻ കീ എന്ന് കാണാം. അതിൽ കാണാം നമ്മുടെ ഫോറിൻ കീന്റെ നെയിം ട്രാൻസാക്ഷൻസ് അണ്ടർസ്കോർ IBFK _1. ഇതാണ് നമ്മുടെ ഫോറിൻ കീ നെയിം. ഇപ്പോൾ ഫോറിൻ കീ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ട്രാൻസാക്ഷൻസ്. ഡിസ്ക്രൈബ് എന്ന കമാൻഡ് നമുക്ക് സ്ട്രക്ചർ കാണുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്.
ഡിസ്ക്രൈബ് ട്രാൻസാക്ഷൻസ്, എക്സിക്യൂട്ട്. നമ്മുടെ ടേബിളിൻ്റെ സ്ട്രക്ചറാണിത്. ട്രാൻസാക്ഷൻ ഐ ഡി പ്രൈമറി കീ ആണ് എന്ന് കാണാം. അതുപോലെ തന്നെ കസ്റ്റമർ ഐ ഡിയുടെ നേരെ MUL, അതായത് മൾട്ടിപ്പിൾ എന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അതായത് ഫോറിൻ കീ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫോറിൻ കീ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്താൽ കാണാം ടേബിളിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ഫോറിൻ കീ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഫോറിൻ കീ ഡ്രോപ്പ് ചെയ്യുന്നതിന് അൾട്ടർ ടേബിൾ ട്രാൻസാക്ഷൻസ് എന്ന ടേബിളാണല്ലോ, അപ്പോൾ അത് അൾട്ടർ ടേബിൾ ട്രാൻസാക്ഷൻസ് ഡ്രോപ്പ് ഫോറിൻ കീ കഴിഞ്ഞിട്ട് ഫോറിൻ കീ നെയിം അത് ഇവിടെ നമ്മൾ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് സെമിക്കോളം സെലക്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട്. ഇപ്പോൾ ഫോറിൻ കീ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ റിഫ്രഷ് ചെയ്താൽ കാണാം ഇതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഫോറിൻ കീ ഒരു ന്യൂ ടേബിൾ എങ്ങനെ ഫോറിൻ കീ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഫോറിൻ കീ ഡ്രോപ്പ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ എങ്ങനെ ഫോറിൻ കീ ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന ടേബിളിലേക്ക് കുറച്ച് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് 1000 മുതൽ സ്റ്റാർട്ടിങ് ആക്കാം. ഓക്കെ, എക്സിക്യൂട്ട് വാല്യൂസ്, എക്സിക്യൂട്ട്. ഓക്കെ, നമ്മുടെ ടേബിൾ ഇതാണ് ട്രാൻസാക്ഷൻ എന്ന ടേബിൾ. ട്രാൻസാക്ഷൻ ഐ ഡി, എമൗണ്ട്, കസ്റ്റമർ ഐ ഡി. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ കാരണം ഇതിനു മുമ്പ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിരുന്നു ഫോറിൻ കീ. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ സാധിച്ചത്. പക്ഷെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഫോറിൻ കീ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ആക്ഷൻ ചെയ്യാൻ സാധിക്കില്ല. ആക്ഷൻ ചെയ്താൽ അത് MySQL പ്രിവെന്റ് ചെയ്യുന്നതായിരിക്കും. കാരണം അത് നമ്മുടെ ലിങ്കിനെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. അതുകൊണ്ടാണ് അവർ ആ ആക്ഷൻസുകളെല്ലാം പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി ഫോറിൻ കീ ആഡ് ചെയ്യാം. alter table transactions, add constraint, add constraint fk underscore കസ്റ്റമർ ഐ ഡി. കസ്റ്റമർ ഐ ഡിക്കാണല്ലോ നമ്മൾ ഫോറിൻ കീ കൊടുക്കുന്നത്. സോ നമ്മുടെ ഫോറിൻ കീയുടെ FK എന്നാണ് ഷോർട്ട്. അത് FK അണ്ടർസ്കോർ കസ്റ്റമർ ഐ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോറിൻ കീ കസ്റ്റമർ ഐ ഡി റെഫറൻസസ് കസ്റ്റമർ എന്ന ടേബിളാണ്. കസ്റ്റമേഴ്സ് എന്ന ടേബിളാണ്. അതിനകത്ത് കസ്റ്റമർ ഐ ഡി. ഓക്കെ, സെമിക്കോളം. ഓക്കെ, ഇവിടെ നമ്മൾ ഫോറിൻ കീൻ്റെ നെയിം കൊടുത്തത് ആഡ് കോൺസ്ട്രെയിൻ കഴിഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ആയിരുന്നു. നമ്മളൊരു ന്യൂ ടേബിൾ ഫോറിൻ കീ ആഡ് ചെയ്യുമ്പോൾ കൊടുത്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും. ഫോറിൻ കീ കസ്റ്റമർ ഐ ഡിയിൽ, പിന്നെ റെഫറൻസസ് കസ്റ്റമർ ഐ ഡി. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട്.
ഓക്കെ, ഇപ്പോൾ ഫോറിൻ കീ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ റീഫ്രഷ് ചെയ്താൽ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്താൽ നമുക്ക് സ്ട്രക്ചറിൽ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോറിൻ കീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നമ്മൾ ആക്ഷൻസ് കൊടുത്താൽ അത് MySQL പ്രിവെന്റ് ചെയ്യും. അത് ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. ഓക്കെ, നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന ടാബിളിലെ കസ്റ്റമർ ID 3 എന്ന റോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം പ്രിവെന്റ് ചെയ്യുന്നുണ്ടോ. ഡിലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് where customer ID equal to 3 എന്ന 3 എന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എക്സിക്യൂട്ട്. കണ്ടായി ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട്, എറർ വന്നിട്ടുണ്ട്. cannot delete or update a parent row, a foreign key constraint fails. അതായത് ഫോറിൻ കീയുടെ ലിങ്കിനെ ബാധിക്കുന്നത് കൊണ്ടാണ് ആക്ഷനെ MySQL പ്രിവെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കസ്റ്റമേഴ്സ് എന്ന ടാബിളാണ് ഇതിലെ പാരന്റ് ടേബിൾ എന്ന് പറയും. അതുപോലെ തന്നെ മറ്റേ ട്രാൻസാക്ഷൻസ് എന്ന ടാബിളിനെ ചൈൽഡ് ടേബിൾ എന്നുമാണ് പറയുക. ഫോറിൻ കീ ഉള്ള ടേബിളാണ് ചൈൽഡ് ടേബിൾ, മറ്റേത് പാരന്റ് ടേബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടേബിൾസുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോൺസെപ്റ്റാണ് ഫോറിൻ കീ. അതുകൊണ്ട് തന്നെ ഡാറ്റാബേസിൽ ഒരുപാട് ടേബിൾസുകൾ ഉണ്ടാവും. ആ ടേബിൾസുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടേബിൾസുകൾ തമ്മിലുള്ള കണക്ഷൻ എന്തെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിനാണ് നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോറിൻ കീ അപ്ലൈ ചെയ്തതിനു ശേഷമുള്ള ആക്ഷൻസുകൾ MySQL പ്രിവെന്റ് ചെയ്യുന്നതുമാണ്. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞ് വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും, അത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.